നമ്മളിപ്പോൾ വഹ്ബ ക്രേറ്റർ എന്ന് പറയുന്ന ഒരു അത്ഭുത കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിദ്ദയിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ അകലെയാണ്. പതിവ് പോലെ സലാമ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ മദ്രക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 200 കിലോമീറ്ററോളം യാത്ര ആ സ്ഥലത്തേക്കുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ജിദ്ദയിൽ നിന്ന് ജുമോം റോഡ് വഴി 356 കിലോമീറ്റർ ദൂരത്തിലാണ് അൽ വഹ്ബ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമിക്കകത്തുള്ള ഒരു വിസ്മയം, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ വിസ്മയ കാഴ്ചകളുണ്ട്, ക്രൈറ്റേഴ്സ് ഉണ്ട്. അമേരിക്കയിലെ അരിസോണയിലുള്ള ക്രൈറ്ററുമായിട്ട് നല്ല സാമ്യമുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അൽ വഹ്ബ ക്രൈറ്റർ. ഞങ്ങൾ ഏകദേശം വഹ്ബ ക്രേറ്ററിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു പച്ചപ്പ്, മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് വലിയ മലക്ക് താഴ്വാരത്തിലുള്ള പച്ചപ്പുകളാണ് തോന്നുന്നത്. ഇവിടുന്ന് നോക്കിയിട്ട് പുൽകൃഷിയാണോ സംശയമുണ്ട്. ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. മദീനക്കും തായിഫിനും ഇടയിലുള്ള അൽ വഹ്ബ ക്രേറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര നടത്തിയിട്ടുള്ളത്. അതിനോട് ഏകദേശം അടുത്തൊരു 20 കിലോമീറ്റർ പിറകിലായിട്ട് കണ്ട ഒരു മരുഭൂമിക്ക് സമാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു ചെറിയ പുൽകൃഷിയാണ്. അത്ര വലിയ കാഴ്ചയല്ലെങ്കിൽ കൂടിയിട്ട് ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ അറിയാം. നല്ല കടുത്ത വേനലാണ് ഇപ്പോൾ ഇവിടെ. 40 ഡിഗ്രിയോളം അടുത്തിട്ടുള്ള ചൂടുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ വളരെ സമൃദ്ധമായിട്ട് പുല്ല് വളരുന്നുണ്ട്. ഇവരിത് കൃഷി നടത്തുന്നതാണ്. ഈ കാണുന്നത് പുല്ല് അരിഞ്ഞിട്ട് മെഷീൻ സംവിധാനത്തിലൂടെ അട്ടിയാക്കിയിട്ട് വെച്ചിട്ടുള്ള സാധനമാണ്. ഇത് ഇവിടുന്ന് വലിയ ട്രക്കുകളിലൊക്കെ കയറ്റിയിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. ആടുകൾക്കും ഒട്ടകങ്ങൾക്കും ആയിട്ടുള്ള പ്രധാനപ്പെട്ട പുല്ല് സപ്ലൈ ഒക്കെ നടക്കുന്നത് ഇത്തരം ഗ്രാമങ്ങളിലാണ്. നാട്ടിലെ വയല് പോലെ കിടക്കുന്നു. അടിപൊളി കാഴ്ചയാണ്. അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ മീൻ ഹബഷി يعني اثيوبيا. ايوه كم سنه هنا؟ 1.5 سنه اشتغل هنا. يعني بعدين سكن فين؟ هنا موجود. ഇവിടുത്തെ പണിക്കാരനാണ്, എത്യോപ്യനാണ്. واحد سنة أنت اشتغل هنا صح؟ اوكي. ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ബണ്ടിലാക്കിയതിന് ശേഷം ഇവിടുന്ന് കയറ്റി അയക്കുന്നതാണ്. ഇതൊക്കെയാണ് മരുഭൂമി കാഴ്ചകൾ എന്ന് പറയുന്നത്. അതായത് പട്ടണത്തിൽ നിന്നൊക്കെ 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെ മരുഭൂമിക്കകത്ത് ഇതുപോലത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന അബ്ദുറഹ്മാനെ പോലത്തെ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നായിട്ട്. കണ്ടില്ലേ, ആ മുഖം കണ്ടാലറിയാം അബ്ദുറഹ്മാൻ്റെ. മാഷാഅല്ലാ. زواج خلاص ولا لسه شباب؟ شباب كم عمرك؟ 27. لازم نزوج بدري. ايه ഇവിടെ സിറ്റിയിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഉൾഗ്രാമങ്ങളിലുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാകുന്നത്. തരക്കേടില്ലാത്ത ജോലി, ഇനിയിപ്പോൾ സിറ്റിക്ക് അകത്താണെങ്കിൽ പോലും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാരെ കാണാനും സുഹൃത്തുക്കളെ കാണാനും കുടുംബക്കാരെ കാണാനൊക്കെ ഉള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റി, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് 300 കിലോമീറ്റർ അകലെ മദീനയാണ്. അതല്ലെങ്കിൽ
350 കിലോമീറ്റർ അകലെ പിന്നെ തായിഫ്. ജിദ്ദ എന്ന് പറയുന്നത് 350 കിലോമീറ്റർ. അതും ഇവർ ഈ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സമയം ജോലി തന്നെയാണ്. നാട്ടിലൊക്കെ എപ്പോൾ പോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു ടൈപ്പ് ജീവിതമാണ്. ഞങ്ങളിവിടെ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു മസ്ര കണ്ടു, ഒരു കൃഷിത്തോട്ടം. ഇവിടെ എന്തൊക്കെയാണ് കൃഷികളുള്ളത് എന്നുള്ളതിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല. നല്ല കൃത്യമായിട്ടുള്ള കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ആരെയും കാണുന്നില്ല. എന്തായാലും ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. അവിടെ ഒരു വീട് കാണുന്നുണ്ട്, അത് പോയി നോക്കാം. പച്ചക്കറികളാണ് തോന്നുന്നു അല്ലേ? യെസ്, പച്ചക്കറികളാണ്. എന്തൊക്കെയോ ഉണ്ട്, ക്യാബേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ഫാം കണ്ട് അങ്ങോട്ടേക്ക് കയറിയതാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ രസമാണ്. ഇവരുടെ കൂടുണ്ടാക്കി വെച്ചിട്ടുള്ളത് പഴയ പെയിന്റിന്റെ ബക്കറ്റ് ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടാണ്. കോഴികൾക്കും താറാവുകൾക്കും പ്രാവുകൾക്കും ശേഷം ദേ ഗിനിക്കോഴികളാണ്. ചുരുക്കത്തിൽ ഈ മരുഭൂമിക്ക് നടുവിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് എല്ലാ തരം കൃഷികളും ഉണ്ട്. മൃഗങ്ങളും പക്ഷികളും പച്ചക്കറികളും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ വളരെ നല്ല രീതിയിൽ ബൗണ്ടറി ഒക്കെ കെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫാമാണ്. ഒക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പയറിൻ്റെ അല്ലേ, പയർ കൃഷിയാണ്. ഇത് വെണ്ട, ഇതൊക്കെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെണ്ട കൃഷിയാണ്. അപ്പോൾ ഇനി 4 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ അൽ വഹ്ബ ക്രേറ്ററിലേക്ക് എത്തിച്ചേരുന്നതാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾക്ക് അതിനെ പരിചയപ്പെടുത്താം, എന്താണ് അൽ വഹ്ബ. അപ്പോൾ നമ്മൾ വഹ്ബ ക്രേറ്ററിന്റെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വളരെ ചുരുക്കം സന്ദർശകർ മാത്രമേ ഉള്ളൂ. നല്ല നട്ടുച്ച നേരാണ്. നല്ല കൊടും വെയിലത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. 5 വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും സലാമും തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ നല്ല രീതിയിലൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് കുറേ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ചുറ്റിലും മതിൽ കെട്ടിയിട്ടുണ്ട്. നേരത്തെ ഇത് ഓപ്പൺ സ്പേസ് ആയിരുന്നു. ഇതിവിടെ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വാച്ച് ടവറാണ്. നല്ല ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നല്ല ദൂരത്തിലേക്ക് അങ്ങനെ പോകുന്ന രീതിയിൽ നല്ല ചുറ്റുമതിൽ പണിതിട്ടുണ്ട്. നിർമ്മാണത്തിന് ശേഷം മക്ക ഗവർണറായിട്ടുള്ള അമീർ ഖാലിദ് ഫൈസലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പള്ളിയും അതിനോട് ചേർന്നിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല തുർക്കിഷ് സ്റ്റൈലിലാണ് ഇത് പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വഹ്ബ ക്രേറ്ററിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം. ഈ വഹ്ബ ക്രേറ്റർ എന്ന് പറയുന്നത് 250 മീറ്റർ താഴ്ചയിൽ, അതായത് ഏകദേശം 820ഓളം അടി താഴ്ചയിലും അതുപോലെ തന്നെ 2 കിലോമീറ്റർ വ്യാസത്തിലുമാണ് ഈ ഒരു പ്രതിഭാസം നിലകൊള്ളുന്നത്. ആ പോയിന്റ് അല്ലേ? പക്ഷെ അത്രയും അല്ല, ലോങ് വ്യൂവിലാവുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റൂ.
അപ്പം ഞങ്ങൾ 356 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വഹ്ബ ക്രേറ്റർ എന്ന് പറയുന്ന ഒരു പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസം അതിൻ്റെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് ഇത് ലൈവ് വോയിസിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ വഹ്ബ ക്രേറ്റർ ആകാശത്ത് നിന്ന് ഉൽക്ക വീണിട്ടുണ്ടായതാണെന്നുള്ള ഒരു അഭിപ്രായക്കാരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ പിന്നീട് സൗദിയുടെ NCWCD എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഇത് ഒരു അഗ്നിപർവ്വത സ്ഫോടനം വഴി രൂപപ്പെട്ടതാണെന്നുള്ള നിഗമനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെളുത്ത ക്രിസ്റ്റലുകൾ സോഡിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ്. അതിൻ്റെ ക്രിസ്റ്റൽസാണ് ഈ വെള്ള കളറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഗാധമായിട്ടുള്ള താഴ്ചയാണ്. ആ താഴ്ചയിൽ കണ്ടില്ലേ വെള്ള കളറിൽ ഏകദേശം 2.5 കിലോമീറ്റർ വ്യാപ്തിയിൽ ചുറ്റളവിലാണ് ഈ വഹ്ബ ക്രേറ്റർ എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതിയിലെ പ്രതിഭാസം നിലകൊള്ളുന്നത്. ഇതുപോലത്തത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. എന്തായാലും ഇത് ജിദ്ദ, മദീന, തായിഫ് ഇതിൻ്റെ നടുവിലായിട്ട് മഹദ് എന്ന് പറയുന്ന ഇവിടുത്തെ ഗോൾഡ് മൈനിങ് ഒക്കെ നടക്കുന്ന ഒരു മലയൊക്കെ ഉള്ള സ്ഥലമാണ് മഹദ് അൽ ദഹബ്. അതിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തീർത്തും വിജനമായിട്ടുള്ള മരുഭൂമി പ്രദേശം. അതിൻ്റെ നടുക്കിലാണ് ഇങ്ങനെയുള്ളൊരു പ്രകൃതി ഒരുക്കിയിട്ടുള്ള പ്രതിഭാസം. ഭൂമിക്കടിയിലുള്ള അതിശക്തമായ പ്രകമ്പനം കാരണം അടിയിലുള്ള ഗ്രൗണ്ട് വാട്ടർ നല്ല ചൂടുള്ള ലാവയുമായി ചേർന്നിട്ട് മാഗ്മ എന്ന് പറയുന്ന അതുമായി ചേർന്ന് രൂപാന്തരം കൊണ്ടതാണ് ഈ താഴെ കാണുന്ന സോഡിയം ഫോസ്ഫേറ്റ് ക്രിസ്റ്റലുകൾ. അതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ താഴെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഈന്തപ്പന തോട്ടത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും അതുപോലെ നിലകൊള്ളുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. പക്ഷേ 2 തവണയും താഴേക്ക് ഇറങ്ങാനുള്ളൊരു ധൈര്യക്കുറവുണ്ട്. കാരണം പരിസരത്ത് അധികം ആൾക്കാരൊന്നുമില്ല. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഇത് നമ്മളിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവില്ല. പക്ഷേ 2 കിലോമീറ്റർ ചുറ്റളവുണ്ട് എന്നാണ് ഇതിൻ്റെ ഏകദേശ കണക്ക്. ജിയോളജി, പുരാവസ്തു വകുപ്പുകളൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. ആരൊക്കെയോ താഴെ പോയതിന് ശേഷം അതിൽ കുറേ പേരുകളൊക്കെ വരച്ച് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണാം. മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്ക് സൂമിങ് കപ്പാസിറ്റി ഇല്ല. ഞങ്ങളൊന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ നടക്കും തോന്നുന്നില്ല. കാരണം ഹൈലി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. വളരെ പ്രൊഫഷണലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇറങ്ങി കാണാൻ പറ്റുന്ന ഒരവസ്ഥയും കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ഹൈറ്റിലേക്ക് ഞങ്ങൾ ഇനി കയറി പോകണം. അപ്പോഴേക്ക് ഞങ്ങൾ കിതച്ചൊരു വിധമായി. ഞങ്ങൾ അതിലേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ആ ഉദ്യമം ഞങ്ങൾ നിർത്തി ഈ ഒരു ചെറിയ കയറ്റം കയറാൻ പറ്റുമോ നോക്കുകയാണ്. ആ ഒരു ചെറിയ കയറ്റം കയറിയ ഞങ്ങൾ 2 പേരും കൂടെ കാറിലെത്തിയിട്ട് റിലാക്സ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൊണ്ടയിലുള്ള വെള്ളം വറ്റി എന്ന് പറയാം. ആ അവസ്ഥയായി. അപ്പം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലാണ്ട് അതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി പോരാൻ പറ്റില്ല. സലാമേ. ഞങ്ങൾ നേരത്തെ നിന്നതിൻ്റെ നേരെ ഒരു എതിർവശത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് നോക്കിയാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാം എത്രത്തോളം ആഴത്തിലാണ്, എത്രത്തോളം പരന്നിട്ടാണ് ഈ ഒരു സംഗതി നിൽക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ? ആ ഭാഗത്തേക്ക് വണ്ടിയൊന്നും പോവില്ല. പക്ഷേ ട്രക്കിംഗ് മൂഡുള്ള, അതിന് പ്രാപ്തിയുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. രാത്രിയിൽ നല്ല തണുത്ത കാലാവസ്ഥ ആയിരിക്കും, പകല് നല്ല ചൂടാണെങ്കിൽ കൂടിയിട്ട്.
ലഞ്ച് കഴിക്കുകയാണ്. നല്ല പത്തിരി ഉണ്ട്. ബീഫ് കാണിച്ചേ ഓക്കെ. പാത്രം ഒക്കെ വേഗം. നല്ല ബീഫ് ഫ്രൈ ഉണ്ട്. ഞങ്ങൾ ജിദ്ദയിൽ പോരുന്ന വഴിക്ക് മേടിച്ചതാണ്. അതും കൂട്ടിയിട്ട് ഞങ്ങളുടെ പൊരി വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് കണ്ടൊരു ചുഴലിക്കാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരത്തിലാണ് ഇതുള്ളത്. ഞങ്ങളിപ്പോ വഹ്ബാൽ ക്രൈറ്ററിൽ നിന്ന് മദീന റോഡിലുള്ള മഹദ് അൽ ദഹബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിന്റെ സെക്യൂരിറ്റി ഗേറ്റ്. ഞങ്ങൾ അവിടെ പോയി, പക്ഷേ അകത്തേക്ക് പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മല കയറാനോ അവിടെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. തൽക്കാലം ഇതിന്റെ പുറം കാഴ്ചകൾ കണ്ടിങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു നിവൃത്തിയേ ഉള്ളൂ. ഈ കാണുന്നതാണ് മഹദ് അൽ ദഹബ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗോൾഡ് മൈനിങ് നടക്കുന്ന ഒരു മല. നോക്കിയാൽ കാണാം ഒരുപാട് അവിടെ മേലെ JCB എല്ലാം വെച്ച് മാന്തിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഗോൾഡ് മൈനിങ് മലകളുണ്ട്. അപ്പോൾ ഞങ്ങള് മഹദ് അൽ ദഹബ് കഴിഞ്ഞ് നേരെ അൽ അഖൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മദീന എക്സ്പ്രസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 250 കിലോമീറ്റർ ഈ റോഡിൽ സ്ട്രൈറ്റ് ടു ജിദ്ദ. മദീന എക്സ്പ്രസ്സിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം കുരങ്ങുകൾ. ഹമദ്രിയാസ് ബബൂൺ എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള മൗണ്ടെയിൻ ഏരിയകളിലൊക്കെ, മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു കുരങ്ങ് വർഗം. പുരാതന ഈജിപ്ഷ്യൻ മതങ്ങളിൽ ഈ ഒരു കുരങ്ങിന് വലിയൊരു സ്ഥാനമുണ്ട്. ഒരു സീക്രഡ് അനിമലായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സീക്രഡ് ബബൂൺ എന്ന പേരിലും അറിയപ്പെടും. ഈ ഏരിയ പോലത്തെ സെമി ഡെസേർട്ട് ആയിട്ടുള്ള ഏരിയകളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.